സല്ലല്ലാഹു പറഞ്ഞല്ലോ, മാനവസ്നേഹർ വീണ് ചത്തു എന്ന് താജുലുലമ പൂജലുലമ പറഞ്ഞത് കല്ലായി പറഞ്ഞില്ലേ? ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ദീനിനോട് ഹുബ്ബില്ല. ഇവർ ചെയ്യുന്ന ആചാരങ്ങളോട് ജനങ്ങളോട് ചെയ്യിപ്പിക്കുന്നത് ഇവർ ചെയ്യില്ല. പേരോട് സത്യം കൊടുത്തരാ. ഏത് മുലിയാമാരെ അവിടെ മൂലി തയ്ക്കുന്നു? പേരോട് ചോദിക്കുക. നിങ്ങൾ വെത്തോളി, മുലിയാമാര് മൂലി തയ്ക്കൂല, മുസ്ലിയാമാര് വെറുതെ തയ്ക്കൂല. അത് ബാക്കിയുള്ള ചെല്ലിപ്പിക്കുകയും ബാക്കിയുള്ള കൊണ്ട് കയ്പിക്കുകയും. ഞാൻ നിങ്ങൾ എന്താണോ മൂലു തയ്ക്കാത്തത്? മുസ്ലിയാന്മാര് മൂലു കഴിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൊയ്യാമാരെ മൂലു ഒറ്റയും കഴിക്കൂല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ മൂലു കഴിക്കുക? പണ്ട് പഠിക്കേണ്ട മൊയ്യാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമികൾ ആദ്യം മൂലു കഴിക്കണ്ടേ? ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എന്ത് ബെല്ലടിക്കുമ്പോ അപ്പുറത്ത് സംസാരിക്കാൻ പറ്റുന്നേ ബെല്ല് വെക്കണം വീട്ടിൽ. എന്നാൽ പെണ്ണുങ്ങൾ പുറത്തിറക്കാണല്ലോ ഒക്കുള്ളൂ. പിന്നെ എന്നോട് അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ബെല്ല് വെക്കാൻ കഴിയോ? മൊയ്യാമാരെല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നാല് ഞാൻ വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരാരും എന്നെ കണ്ടിട്ട് എനിക്ക് എല്ലാവരും ബെല്ലായി കൊടുക്കാൻ കഴിയോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോരുത്തർ നന്നായാൽ അതായില്ലേ. അപ്പൊ നമ്മളെന്ത് വേണോ? മൗലൂദി നമ്മൾ എങ്ങനെ ആള് കൂടുതൽ വേണ്ട, കൈവനുസരിച്ച് മതി. നമ്മളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് റബീഉൽ അവ്വലായാലും ഒന്ന് ചെല്ലണം. ഒരാളെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുക്കണം, ഒറ്റ ഒരാളായാലും തിരക്കില്ല. അതിനും വിളിച്ച് ഭക്ഷണം, സന്തോഷത്തിന് ഭക്ഷണം കൊടുക്കും. നമ്മളേക്കണ്ട ആദ്യോ മനസ്സിലായി? ഞങ്ങളുടെ ആത്മാർത്ഥമല്ല. മനസ്സിലായി? സാധാരണക്കാരോട് പോലും ചോദിച്ചോളൂ, മദ്ഹ് റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ മാസം ഇതാ ഹാജരായിരിക്കുന്നു. കാരണം എന്താ? നമ്മൾക്കൊക്കെ ഓർഡർ എല്ലാ വീട്ടിലുണ്ടാകണം. മനസ്സിലായില്ലേ? ഓർഡർ കൊടുക്കുക ആദ്യം. ഉപയോഗിക്കാൻ നമ്മൾ കഴിക്കേണ്ട ഒറ്റ മുലിയാർ പോലും കഴിക്കൂല. മനസ്സിലായില്ലേ? മുലിയാമാരെന്നെ കഴിക്കൂലെന്ന് ഞാനല്ലോ പേരോടെ വളരെ പറഞ്ഞ് ആത്മാർത്ഥമല്ല. നിങ്ങൾ ഈ വിവാഹത്തിന് വലിയ വിയർത്തൊരുക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നോട്ടീസൊക്കെ നടക്കേണ്ട ആത്മാർത്ഥത ഇവർക്കില്ല. ഒരു മുലിയാരിത് കഴിക്കൂല.